ഇതാണ് ബീറ്റിൻ്റെ പവർ സ്റ്റിയറിംഗ്. വർക്കാവുന്നില്ല. വർക്കാക്കാനുള്ള പണികളാണ് ഞങ്ങൾ അടുത്തടുത്ത്. ഇത് ഗ്രീസ് സൈഡിലാണ് അത് പകുതിയും കറങ്ങുന്നത്. അതിന് ഗ്രീസ് ഇടുക. പഴയ ഗ്രീസ് മാറ്റി പുതിയ ഗ്രീസ് ഇടുക. ഇത് മോട്ടർ സ്റ്റക്കാവും ഇടയ്ക്കിടയ്ക്ക്. റണ്ണിങ് കുഴപ്പമില്ല, നിർത്തി തിരിക്കുമ്പം സ്റ്റക്കാവും. ഇപ്പം പഴയ ഗ്രീസ് മാറ്റുന്നു, നല്ല ഗ്രീസ് ഇടുന്നു. വർക്കാവുമായിരിക്കാം, നോക്കാം. പരീക്ഷണം. ഇതിൻ്റെ അളവുണ്ട്, അളവ് നോക്കി വേണം കയറ്റാൻ. ഞങ്ങൾ മാർക്ക് ചെയ്തായിരുന്നു. ഇതാണ് മാർക്കിങ്. ഇപ്പോൾ സീറ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഇതിനെ ഫിറ്റ് ചെയ്ത് നോക്കണം. ഈ സാധനം ഇതിലോട്ട് ഫിറ്റ് ചെയ്താൽ എന്നിട്ട് വണ്ടി ഫിറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് സ്റ്റാർട്ടാക്കി വർക്ക് ചെയ്താലേ ഓക്കെ ആകത്തുള്ളൂ. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി നീ ഓടിച്ചോണ്ട് പോകുന്നെടുക്കും. സ്റ്റിയറിങ് ഊരി വരാത്തോണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ മോട്ടറാണ്. ഇത് സ്റ്റിയറിങ് കോളം. ഗ്ലൗസ് ഇനി മോട്ടർ കയറ്റാൻ പോവാം. ഈ സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയോ? ഇതെന്തിനാണ് വെച്ചേക്കുന്നത്? നമ്മൾ എമർജൻസി ഇടി വരുമ്പോൾ ഇത് നമ്മൾ നെഞ്ചത്തോട്ട് ആഘാതം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇത് വർക്ക് ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ സാധനം വെച്ചേക്കുന്നത്. ഇതാണ് ബീറ്റിൻ്റെ അവകാശം. ഇത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ടാസ്ക്കാണ്, ഭയങ്കര പാടാണ്. ഇത് ഫിറ്റിങ് ഭയങ്കര പാടാണ്. ഊരാൻ അതുപോലെ ആയിരുന്നു പാട്. അകത്തുകൊണ്ട് ഇത്രയും വലിയ സ്ക്രൂ കിടപ്പുണ്ട്. അത് അവിടുന്ന് അകത്തുനിന്ന് തള്ളി ഇതിനകത്ത് കയറണം. ഭയങ്കര പാടാണ്. ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് കയറ്റുന്നത്. അങ്ങനെ ഇത് കയറ്റി കഴിഞ്ഞിരിക്കുന്നത്. ഇനി മോട്ടർ എല്ലാം സെപ്പറേറ്റ് അഴിക്കാനുണ്ട്. അതുകൊണ്ടാണ് അഴിച്ചിട്ട് കയറ്റും.
എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാം. വർക്കിംഗ് ആയി. ഓക്കെ, പവർ സ്റ്റിയറിംഗ് ഓക്കെ. ചെറിയ ശബ്ദമുണ്ട്, അത് ഈ സൈഡിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു. ഇവിടെ ഡ്രൈവ് അടിക്കാം. സ്മൂത്തായി ഉണ്ടാവും, ഒറ്റ കിടക്കാം. പക്ക സ്മൂത്ത്.